السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه كلهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. قال رسول الله صلى الله عليه وسلم: المرء على دين خليله أو كما قال. ബഹുമാന്യരായ സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകളുടെ പ്രഭാഷണവും ദുആയും കാത്തു നിൽക്കുന്ന ഈ സമയത്ത് സുദീർഘമായ ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മർഹൂം CP അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മഹാനവറുകളുടെ ജീവിതം, മാതൃകാ ജീവിതം അയവിറക്കാനും അവരോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുക വഴി ഈമാൻ കൂടുതൽ ലഭ്യമാക്കുവാനും ഉദ്ദേശിച്ച് ഇവിടെ വന്നിട്ടുള്ള ഉസ്താദ് അവറുകളുടെ ശിഷ്യന്മാർ ഒരുപാട് സഖാഫികളും മറ്റു സനദ് വാങ്ങിയവരും മടക്കര തങ്ങൾ മുതൽക്ക് ഓർക്കാട്ടേരി സഖാഫി അടക്കം എല്ലാവരുടെയും പേര് പറയുന്നില്ല. പണ്ഡിതന്മാർ മാത്രമല്ല, സാധാരണക്കാരായ ധാരാളം ആളുകൾ ഉസ്താദിനോടുള്ള ആ മഹബത്ത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഈ മജ്ലിസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദിക്റുകളിലൂടെ, സ്വലാത്തുകളിലൂടെ, നസീഹത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടാൻ ഈ മജ്ലിസ് ഒരു സബബായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മളെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹി മനുഷ്യന്റെ നിലനിൽപ്പും അവന്റെ വളർച്ചയും പുരോഗതിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ അംബിയ മുർസലുകളിലൂടെ ഓരോ കാലഘട്ടത്തിലും ഉത്ബോധനങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന വസ്തുത ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് എത്തിക്കുക,
വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് ആനുകാലിക സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ ധാരാളമായി ഉള്ള ഈ കാലഘട്ടത്തിൽ പോലും വളരെ പെട്ടെന്ന് മനുഷ്യൻ തിന്മയിലേക്കും വൃത്തികേടുകളിലേക്കും ആപതിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ. അവിടെയാണ് ദീനീ ബോധം ഉണ്ടാക്കി അച്ചടക്കമുള്ളവരാക്കി നമ്മുടെ യുവതലമുറകളെയും വിദ്യാർത്ഥികളെയും രൂപപ്പെടുത്തി എടുക്കുന്നതിന് അനിവാര്യമായി 3 കാര്യങ്ങൾ നമ്മുടെ അജണ്ടയിൽ ഉണ്ടാവണം. ആ 3 കാര്യങ്ങളുടെ ഉത്ബോധനത്തിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ സദസ്സുകൾ. മഹാന്മാരായ ആളുകളുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി അവിടെ ദുആ നടത്തുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്കും അവൻ്റെ പുരോഗതിക്കും വായനയാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ നല്ല ആളുകളെ പിന്തുടരുക എന്ന ഇത്തിബാ സുഹബത്ത് അതാണോ ഏറ്റവും ഉപകാരപ്പെടുക എന്ന് നാം ചർച്ച ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ ഓരോ മനുഷ്യൻ്റെയും വിജയത്തിൻ്റെ വഴികൾ ഏത് രൂപത്തിലാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി മഹാനവർകൾ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞത് കാണാം. 3 വിഷയങ്ങൾ ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചാൽ, അതവൻ്റെ അജണ്ടയിൽ ഉണ്ടായാൽ അവന് നല്ലവനായി മാറാൻ കഴിയും. ലാ ബുദ്ദ ലികുല്ലി മുഅ്മിനിൻ സലാസത്തു ഉമൂർ. 3 കാര്യം ഒരു മനുഷ്യൻ ഉണ്ടാവണം. 1 അംറുൻ യംതസിലുഹു വനഹ്യുൻ യജ്തനിബുഹു വഖളാഉൻ യർളാ ബിഹി. ഈ 3 കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് വഅദിന്റെ മജ്ലിസിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. മഹാന്മാരുടെ ചരിത്രം കേൾക്കുമ്പോൾ, അവരുടെ ചരിത്രം പറയുമ്പോൾ ഈ 3ഉം നമ്മുടെ ചിന്തയിൽ വരണം. ദുനിയാവിൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നാൽ അതൊരു ലഹരിയായി രൂപപ്പെട്ട് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മറന്നുകളയുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് നാടുകളിൽ നാം കാണുന്നത്. ആ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആയിരക്കണക്കിന് ആളുകളെ നന്മയിലേക്ക് നയിച്ച ഏറ്റവും വലിയ പണ്ഡിതനും ഗുരുവര്യരും അബ്ദുൽ ഖാദിർ അൽ ഹസനി വൽ ഹുസൈനി എന്ന പേരിൽ ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആറ്റിക്കുറുക്കി വിഷയങ്ങളെല്ലാം പഠിച്ച് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ, അതാണ് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടത്. ഭൗതികമായ ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പല നാടുകളിലും ചുറ്റിത്തിരിഞ്ഞ് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും മുന്തിയ സാധനം എങ്ങനെ കിട്ടും എന്നതാണ് ദുനിയാവിൻ്റെ ആളുകൾ തേടി നടക്കുന്നതെങ്കിൽ, ഈ ലോകത്തെയും പരലോകത്തെയും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള 3 മാർഗങ്ങൾ. അതിലൊന്ന് അംറുൻ യംതസിലുഹു. ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ അനുസരിക്കേണ്ടതായിട്ടുള്ളത്, എനിക്ക് അനിവാര്യമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്
ഈ ചിന്തയാണ് മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകേണ്ടത്. ഓരോ സമയത്തും ഇബ്ലീസ് നമ്മെ തോന്നിപ്പിക്കും, ഇപ്പോൾ എല്ലാം റെഡിയാണ്, ഇപ്പോൾ എല്ലാം ക്ലിയറാണ്. കാരണം കഴിഞ്ഞ റമദാനിൽ ഞാൻ നോമ്പ് കൃത്യമായി അനുഷ്ഠിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്, നിസ്കാരം എന്ന് പറയുന്ന അമൽ ഞാൻ ഖളാ ആക്കാറില്ല എന്നൊക്കെ തോന്നുന്ന സമയത്തും ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ നമ്മോട് പറഞ്ഞു തരികയാണ്, ഈ 3 കാര്യങ്ങൾ മാത്രമാണോ നമുക്ക് നിർബന്ധമായിട്ടുള്ളത്? ആധുനിക ലോകത്ത് നിർബന്ധം എന്ന് പറയുന്ന പദം പോലും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ചില കാര്യങ്ങൾ നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ യുക്തിവാദികൾ ചോദിക്കുന്നു, എന്താണ് മനുഷ്യനെ ചില കാര്യങ്ങൾ അവൻ്റെ ചുമലിൽ അടിച്ചേൽപ്പിക്കാൻ മതം മുതിരുന്നത്? മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കുവാനും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും അല്ലേ ആഗ്രഹം? അങ്ങനെയുള്ള മനുഷ്യൻ ഇന്നത് നിർബന്ധമായി അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് പീഡനമല്ലേ എന്ന ഒരു ചോദ്യം ഇവിടെ യുവാക്കൾക്കിടയിൽ വിതറിക്കൊണ്ടാണ് ഭൗതികവാദികൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ, നിർബന്ധം എന്ന് ഇസ്ലാം എവിടെയെല്ലാം പറയുന്നുണ്ടോ ആ നിർബന്ധം എന്ന ആ വാക്കിൻ്റെ അർത്ഥം നെസസറി അല്ലെങ്കിൽ അനിവാര്യം എന്നാണ്. ഓരോ മനുഷ്യനും അനിവാര്യമായും അറിയേണ്ട കാര്യങ്ങൾ, അനിവാര്യമായും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു ഇനം നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. അത് മതത്തിൻ്റെതല്ല. ഇവിടെ ഒരു ഡോക്ടറുടെ സമീപത്ത് ഒരു രോഗി ചെന്ന് അവൻ്റെ രോഗവിവരങ്ങൾ പറയുമ്പോൾ വിശദമായി ആ രോഗം ടെസ്റ്റ് ചെയ്ത് ആ ഡോക്ടർ പറയുന്ന ഉപദേശത്തിൽ, നീ രാവിലെ 2 ഗുളിക കഴിക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ 2 ഗുളിക, രാത്രിയിൽ അങ്ങനെ 2-3 നേരം കഴിക്കേണ്ട മെഡിസിൻ വിവരിച്ചു കൊടുക്കുമ്പോൾ ആ രോഗി ചോദിക്കുന്നു, ഈ പറഞ്ഞ ക്രമത്തിൽ തന്നെ ഞാൻ ഇത് ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണോ? അല്ല, എനിക്ക് ഇഷ്ടം പോലെ എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയോ? ഡോക്ടർ അവിടെ നൽകുന്ന മറുപടി, ഇത് നിനക്കിഷ്ടമുള്ളപ്പോൾ കഴിച്ചാൽ പോരാ, ഞാൻ പറയുന്നതനുസരിച്ച് നീ പ്രവർത്തിക്കണം. കാരണം നിന്റെ ശരീരം നിന്റേതാണെങ്കിലും നിന്റെ ആ ശരീരത്തെപ്പറ്റി നിന്നേക്കാൾ കൂടുതൽ അറിയുന്നത് ഞാനാണ്. ശരീരത്തിൻ്റെ ഘടനയെ സംബന്ധിച്ചും അതുപോലെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും MBBS പഠനം നടത്തുന്ന കാലത്ത് ഒരു ഡോക്ടർ നന്നായി മനസ്സിലാക്കുകയും ഡെഡ് ബോഡി കീറി മുറിച്ച് ഞരമ്പുകളെയും എല്ലുകളെയും കുറിച്ച് സന്ധികളെയും കുറിച്ച് നന്നായി പഠിച്ച ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ശരീരത്തെ പറ്റി അറിയാം. ആ അറിഞ്ഞ അറിവ് പ്രകാരമാണ് നിന്റെ ശരീരത്തിന് ഇപ്പോൾ ന്യൂനത ഇന്നതാണ്, അത് പരിഹരിച്ചു കിട്ടാനുള്ള മാർഗം ഇന്നതാണ് എന്ന് ഒരു ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ കൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ രോഗി വളരെ കൃത്യമായി പാലിക്കുന്നത് പോലെ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് ആവശ്യമായതെല്ലാം നൽകുകയും അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അവനെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിലും മനസ്സിലും ന്യൂനതകൾ ഉണ്ടാവാതെ വളരെ നല്ല രൂപത്തിൽ ആ ജീവിതം മുന്നോട്ട് പോകാനുള്ള മാർഗമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളവറുകൾ പറയുന്നത്. ഏതെല്ലാം കാര്യങ്ങൾ നീ നിർവഹിക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ ഒരു ചിന്ത വേണം. മഹാന്മാരുടെ സദസ്സിൽ നീ വരുമ്പോൾ, ഉസ്താദുമാരുടെ കൂടെ നീ ഇരിക്കുമ്പോൾ, മരിച്ചുപോയ നല്ല ആളുകളെ പറ്റി നീ ഓർക്കുമ്പോൾ നിനക്കൊരു ചിന്ത വരുന്നുണ്ട്. ആ ചിന്ത ഏതാണ്? എന്തുകൊണ്ടാണ് വലിയ ആളുകൾ വലിയവരായി തീർന്നത്? അവർ വലുതാവാനുള്ള കാരണം, അവരുടെ മരണശേഷവും അവർ ഓർക്കപ്പെടാനുള്ള കാരണം,
അവരെ പിന്തുടരാൻ ജനങ്ങൾ മുന്നോട്ട് വരാനുള്ള കാരണം അവർ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, എന്താണ് എനിക്ക് അനിവാര്യമായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഏതെങ്കിലുമുണ്ടോ, എവിടെയെങ്കിലുമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, എൻ്റെ പക്കൽ എന്തെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ അത് എന്നെ ഉണർത്തണം. പല വിദ്യാർത്ഥികളും അങ്ങനെ ഉസ്താദുമാരോട് പറയുന്നില്ല, മക്കൾ മാതാപിതാക്കളോട് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ശിഷ്യന്മാർ ഗുരുനാഥന്മാരോട്, സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകനോട്, സുഹൃത്തുക്കളോട് ഒരിക്കലും ചോദിക്കാൻ തയ്യാറാവാത്ത ഒരു കാര്യമാണിത്. എന്താണ് എൻ്റെ പോരായ്മ? അതെനിക്ക് പരിഹരിച്ചു തരണം. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചലനത്തിൽ, എൻ്റെ പ്രവർത്തനത്തിൽ, എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ കർമ്മത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ നടപടിക്രമങ്ങളിൽ എവിടെ എന്ത് പോരായ്മയുണ്ടോ അതെനിക്ക് പരിഹരിച്ചു തരണം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് മശായിഖുമാർ ഏത് കാലഘട്ടത്തിലും ഉത്സാഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നടക്കാനും, അവരുടെ കൂടെ പ്രവർത്തിക്കാനും, അവരുടെ തലോടലുകൾ ഏൽക്കുവാനും, അവർ ഏതെങ്കിലും കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്ക് എതിരായി ആ ഗുരുനാഥൻ പറയുന്ന വാക്ക് സ്വീകരിക്കാനും മുരീദുമാർ, ശിഷ്യന്മാർ അവർ തയ്യാറാവാനുള്ള കാരണം ഈ ഗുരുവുമായുള്ള ബന്ധമാണ്. വസ്അലൂ അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ വിവരമുള്ള, ഓർമ്മിക്കുന്ന, അല്ലാഹു തആലാക്ക് ദിക്റുകൾ ധാരാളം ചൊല്ലുന്ന ദാക്കിറുകളായ ഇൽമുള്ള നല്ല ആളുകളോട് ചോദിക്കണം, ഞാൻ ഏതെങ്കിലും കാര്യം ഇനി ചെയ്യാൻ ബാക്കിയുണ്ടോ, എവിടെയാണ് എൻ്റെ പോരായ്മ? ആ ചോദ്യം ശ്രദ്ധിച്ച് അവർക്ക് തർബിയത്ത് നൽകുന്നു മശായിഖുമാർ. അതാണ് പരിശുദ്ധ ഖുർആനിലും അല്ലാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ. ആരെങ്കിലും അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വറസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൗലൈക അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ചേർന്ന് കൊള്ളണം മഅല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരോടൊപ്പം അവർ ചേരണം, അമ്പിയാക്കളോടൊപ്പം അവർ കൂടണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എല്ലാ നിസ്കാരത്തിലും നാം ദുആ ചെയ്യുന്നു, മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തിത്തരേണമേ. ആ മുസ്തഖീമായ വഴി ഏതാണ്? ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് അങ്ങനെ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ എന്നെ നീ ആക്കി തരേണമേ എന്നല്ല പ്രാർത്ഥന. മറിച്ച് ഖുർആനും ഇസ്ലാമും പരിശുദ്ധ ദീനും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തനത്തിൽ കൊണ്ടുവന്ന മഹാന്മാരായ അമ്പിയാക്കളോട് ചേരുക. അമ്പിയാക്കളെ പേര് മാത്രം പറഞ്ഞ് അവിടെ നിർത്തിയില്ല. വസ്സുദ്ദീഖീൻ, സുദ്ദീഖുകളായ ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പദവി, ആ പദവിയിലേക്ക് കയറിയെത്തിയ മഹാന്മാർ. വശുഹദായി, സ്വന്തം ശരീരത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച മഹാന്മാർ. വസ്സാലിഹീൻ, നാലാമതായി പറയുന്നത് മറ്റ് സാലിഹീങ്ങളായ ആളുകൾ. കാരണം അമ്പിയാക്കന്മാരുടെ വഴി പിന്തുടരാൻ മാത്രം, അതേ രൂപത്തിൽ പിന്തുടരാൻ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ സുദ്ദീഖീങ്ങളുടെ പദവി അതേ രൂപത്തിൽ പിന്തുടരാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ശുഹദാക്കളുടെ വഴിയും സാധാരണഗതിയിൽ ഒരാൾക്ക് പിന്തുടരാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞു, സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഫാത്തിഹ ഓതുന്ന സമയത്ത് അവരെ മനസ്സിൽ കടന്നു വരണം, ഈ വലിയ ഗ്രേഡുള്ള മഹാന്മാരോട് പിന്തുടരാൻ പ്രയാസമുണ്ട് എങ്കിൽ ആ സ്വാലിഹീങ്ങളായ ആളുകൾ നാട്ടിലുണ്ടല്ലോ, എല്ലാ നാട്ടിലും ഉണ്ട്. ഇൽമു ഉള്ള, തഖ്വയുള്ള, സ്വലാഹിയത്ത് ഉള്ള, മൂല്യബോധമുള്ള, അച്ചടക്ക ബോധമുള്ള, നിസ്കാരങ്ങൾ ഖളാ ആക്കാത്ത, എപ്പോഴെങ്കിലും ഖളാ ആയാൽ
തൗബ ചെയ്ത് മടങ്ങുന്ന, എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന കുറെ ആളുകൾ ദുനിയാവിലുണ്ട്. അവരുടെ പാതയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിത്തരണമേ എന്ന് പറയുമ്പോൾ ആ പാത അറിയൽ നമ്മുടെ ബാധ്യതയായി മാറുകയാണ്. തെരഞ്ഞു നടക്കണം എവിടെയുണ്ട് അവർ എന്നറിയാൻ. അങ്ങനെയുള്ള അന്വേഷണങ്ങളിലാണ് ഒരു മുതഅല്ലിം ഒരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാൻ അവൻ തീരുമാനിക്കുന്നത്. ആ ഒരു ബോധമുണ്ടാകുമ്പോഴാണ് കുട്ടികളെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്ന സ്ഥാപനങ്ങളിൽ ചേർത്തുന്നത്. ആ കുട്ടി ഇൽമിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ബോധമുള്ള സംഘടനകളിൽ ആളുകൾ ചേരാനുള്ള കാരണവും ഇതാണ്. സംഘടനയിൽ ചേർന്നാലുള്ള ഗുണം, ഏതെങ്കിലും തെറ്റ് എപ്പോഴെങ്കിലും ചെയ്യുന്നുവെങ്കിൽ തിരുത്തിത്തരാൻ അവിടെ ആളുണ്ട്. ഇവൻ സെക്രട്ടറി ആണെങ്കിൽ പ്രസിഡന്റ് അവനെ ഉണർത്തും. ഇവൻ പ്രസിഡന്റ് ആണെങ്കിൽ സെക്രട്ടറി അവനെ ഉണർത്തും. ഭാരവാഹികൾ ഒന്നുമല്ല, മെമ്പർ മാത്രം. ആ മെമ്പർ ഒരു മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്തുള്ളവർ ചോദിക്കും, എന്തുകൊണ്ടാണ് മോനെ വരാത്തത്? ആ വിശദീകരണം അറിഞ്ഞപ്പോൾ ആ വ്യക്തി ചെയ്യുന്ന ഏതോ തെറ്റുകളെ പറ്റി ഓർമ്മയിൽ വരികയും സംഘടന തിരുത്തി കൊടുക്കുകയും ചെയ്യും. നമ്മളെ ഈ നാടുകളിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പിന്തുടരുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകാനുള്ള കാരണം ഉലമാ നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളുടെ നേതൃത്വം, നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഉലമാഇന്റെ നേതൃത്വം, ആ ഉലമാ നേതൃത്വം നൽകുന്ന സംഘടനകളിൽ ചേർന്നാൽ മനുഷ്യൻ വഴിതെറ്റിപ്പോവുകയില്ല. കാരണം ഓരോ സമയത്തും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അവന്റെ ഗുണം ചോദിക്കും, എന്നിട്ട് വേണ്ടത് പറഞ്ഞു കൊടുക്കും. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം, മക്കയിൽ വന്നു. എന്തിനാണ് വന്നത്? വന്നത് മറ്റൊന്നിനുമല്ല, കൂടുതൽ നന്നാകണം എന്ന ചിന്ത. പാപം ചെയ്യുന്നവന്റെ ആഗ്രഹം നന്നാകണമെന്നാണെങ്കിൽ നല്ലവന്റെ ആഗ്രഹം കൂടുതൽ നന്നാകണം. ബഹുമാനപ്പെട്ട CP ഉസ്താദിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ മജ്‌ലിസിൽ വരാനുള്ള കാരണം, ദോഷങ്ങൾ ചെയ്തിട്ടുള്ളവർ വരുന്നത്, ആ ദോഷങ്ങൾ ഇല്ലാത്തൊരു ജീവിതം ഈ മജ്‌ലിസ് കൊണ്ട് കിട്ടണം. ഓരോ ദിവസവും ധാരാളം ഇൽമുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എനിക്ക് നന്നാവണം എന്ന ചിന്തയാണ്. നല്ലവർ വരാൻ കാരണം കൂടുതൽ നന്നാകണം എന്ന ചിന്തയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. 30 ദിവസം മക്കയിൽ താമസിച്ചു. 31ാമത്തെ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലെത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, അബൂദർ ഭക്ഷണം വല്ലതും കഴിച്ചോ? ഇൽമ് കൊടുക്കുന്ന കേന്ദ്രങ്ങളിൽ ഭക്ഷണം കൂടി അവർക്ക് ലഭിക്കുമ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരു വഴിയിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷണം കൂടി നൽകുന്ന സംവിധാനം ഇന്നും ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂദറെ എന്തെങ്കിലും കഴിച്ചോ? അബൂദർ നല്ലൊരു മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ 30 ദിവസമായി മക്കയിൽ വന്നിട്ട് ഒരൊറ്റ ദിവസവും എനിക്ക് ഭക്ഷണം മുടങ്ങിയിട്ടില്ല. ഏത് ഭക്ഷണമാണ് നീ കഴിച്ചത്? ആരാണ് നിനക്ക് ഭക്ഷണം തന്നത്? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കഴിച്ച ഭക്ഷണം ലോകത്തെ ഏറ്റവും ബർക്കത്തുള്ള ഭക്ഷണമാണ്, മാഉ സംസം. ആ സംസം വെള്ളമാണ് ഞാനിവിടെ കുടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നു, ഫഇന്ന മാഅ സംസം ത്വആമു തുഅ്മിൻ, അത് ഭക്ഷണത്തിന് പകരം നിൽക്കുന്ന ഭക്ഷണം ആണ്. വശിഫാഉ സുഖ്മിൻ, രോഗമുള്ളവർക്ക് ആ രോഗത്തിന് ശിഫയും ആണ്. ദാഹമുള്ളവർക്ക് ദാഹം തീരുന്ന വെള്ളവും ആണ്. സാധാരണ വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കൂടുതൽ ഉണ്ട് എന്ന് ഓറിയന്റലിസ്റ്റുകൾ പോലും ലോകത്ത് ഗവേഷണത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ആ സംസം കഴിച്ചാൽ വേറെ ഭക്ഷണമൊന്നുമില്ലാതെ കുറേ ദിവസം ജീവിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അന്വേഷണം അബൂദറിനെ വളരെയധികം ചിന്തിപ്പിച്ചു. ഇത് വല്ലാത്തൊരു നേതാവ് തന്നെ. വെറും ഇൽമ് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ആ ഇൽമിന്റെ കൂടെ ഭക്ഷണം നൽകുകയാണ്.
ഒരു യതീം നമ്മുടെ മുൻപിലെത്തിയാൽ ആ യതീമിന് നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും സുന്നത്തും പറഞ്ഞു കൊടുക്കുക മാത്രമല്ല നമ്മുടെ ബാധ്യത. മോനെ, നീ ഭക്ഷണം കഴിച്ചോ? ബഹുമാനപ്പെട്ട CP ഉസ്താദിനെ നാം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ആലിമാണ്, ശൈഖുന സുൽത്താൻ ഉലമയുടെ ശിഷ്യനാണ്, മുദരിസാണ്, മുത്തഖിയാണ്, മുറബ്ബിയാണ്. ആ കഴിവുകളെല്ലാമുള്ള ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ടവൻ കയറി വന്നാൽ ആ കുടുംബത്തിലെ അംഗത്തെ പരിചരിക്കുന്നത് പോലെ പരിചരിച്ച് പരിഗണിച്ച് ഭക്ഷണം നൽകി കുറെ അവിടെ തന്നെ ആ സഹോദരൻ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ച് വിവാഹത്തിന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് എങ്കിൽ വിവാഹം ചെയ്തു കൊടുത്ത് അവസാനം ആ സഹോദരൻ ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് രോഗമായപ്പോൾ ആ രോഗമുള്ള സമയത്ത് ആ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സകൾ നൽകി. ആശുപത്രിയിൽ വെച്ച് ആ രോഗി മരണപ്പെടുമ്പോൾ കുടുംബത്തിലെ അംഗമല്ല, ആ മയ്യത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കുളിപ്പിച്ച് അങ്ങനെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പരിഗണിക്കേണ്ട രൂപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ രൂപം. ഇതാണ് മദീനത്തുർ റസൂലിൽ ഉണ്ടായിരുന്നത്. മദീനത്തുർ റസൂൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് അതാണ് അബൂദറിനോട് അങ്ങനെ ചോദിച്ചത്. ആ അബൂദർ ഇനി റളിയല്ലാഹു അൻഹു ഇനി മുത്തുനബിയെ വിടുമോ? ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ഒരിക്കലും ഞാൻ അങ്ങേ കൈവിടുകയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന കാണാം. എന്താണ്? മദീനയിൽ ശത്രുക്കൾ വളഞ്ഞു. അന്നുണ്ടായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും മറ്റു ചില ആളുകൾ ഊതിവീർപ്പിച്ചപ്പോൾ അതിന് ഇരകളായി ആകേണ്ടി വന്നത് ആ കാലഘട്ടത്തിലെ നല്ല വ്യക്തികളാണ്. മറ്റാരെന്ത് ചെയ്താലും അവസാനം ഇരകളാകേണ്ടി വരുന്നത് മൂല്യബോധമുള്ള നല്ല മനുഷ്യരായിരിക്കും. അതുകൊണ്ട് നാം നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ, പരിസരങ്ങൾ ശ്രദ്ധിക്കണമെന്നർത്ഥം. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചില ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോൾ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന സഹാബിയാണ്. മഹാനവർകൾ ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ഞാനൊരു കുതിരയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുതിരപ്പുറത്ത് അങ്ങ് കയറുകയാണെങ്കിൽ അങ്ങയെ ഞാൻ മക്കയിൽ എത്തിച്ചു തരാം. എന്നാൽ ഇവിടെയുള്ള കലാപങ്ങളിലൊന്നും കുടുങ്ങുകയില്ല. ആ സമയത്ത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണ്? ലാ ഇല്ലാ ലാ അത്റുകു മുഹാജിറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന ഈ മദീനയെ ഞാൻ കൈവിടുകയില്ല. അത് മുഅ്മിനായ മനുഷ്യന്റെ അഭയകേന്ദ്രമാണ് മദീന. മദീനയാണ് ഈമാനുള്ള മനുഷ്യന്റെ അഭയകേന്ദ്രം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്നത്. അവിടുന്ന് ഇവിടെ ഈ മദീനയിൽ ഉണ്ട്. അതുകൊണ്ട് എന്നെ നിങ്ങൾ എങ്ങോട്ട് പോകാൻ ശ്രമിച്ചാലും ഞാൻ വരില്ല. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു അവസാനം അവിടുന്ന് പോവുകയാണ്. ആ മണ്ണിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തികളുമായുള്ള ബന്ധം, അതാണ് മനുഷ്യന്റെ വിജയം. ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞു, ഏതൊരു മനുഷ്യനാവട്ടെ അവൻ ആലോചിക്കണം, ഞാൻ അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിങ്ങനെ അന്വേഷിച്ച് അത് പറഞ്ഞു തരുന്ന കേന്ദ്രങ്ങളുമായി ചേർന്ന് അവരുടെ പിന്നാലെ കൂടുകയല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴികൾ ഇല്ല. രണ്ടാമത് ശൈഖ് അവർകൾ പറഞ്ഞു, നഹ്യുൻ യജ്തനിബുഹു, തെറ്റായ ഏതെല്ലാം കാര്യങ്ങൾ ആണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അതെനിക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഞാനൊരു സാധുവാണ്, ഞാനൊരു വിവരമില്ലാത്ത ആളാണ് എന്ന് ആലിമീങ്ങളോട് മഹാന്മാരോട് പറയുന്നത് അത് വിനയത്വമാണ്. വിനയത്വത്തിൻ്റെ ആ അധ്യായം മനുഷ്യൻ എപ്പോഴാണ് ഉൾക്കൊള്ളുന്നത്, അതാണ് മനുഷ്യന്റെ വിജയം. അതുപോലെ തന്നെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മൂന്നാമത്തത് ഇവിടെയാണ് പല ആളുകളും പരാജയപ്പെടാറുള്ളത്. പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, വയസ്സായവരാവട്ടെ, ചെറുപ്പക്കാരാകട്ടെ, എല്ലാവരും പരാജയപ്പെടുന്ന ഒരു മേഖല. അള്ളാഹുവിൻ്റെ ഖളാഉകൾ വരുമ്പോൾ
ആ ഖളാഇൽ സമാധാനിക്കാൻ കഴിയാതെ മനസ്സിനെ പെട്ടെന്ന് ടെൻഷൻ പിടികൂടുകയാണ്. ആ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഔലിയാക്കളാണ് ടെൻഷൻ ഇല്ലാത്ത ആളുകൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഔലിയ എന്നൊക്കെ പറഞ്ഞാൽ തട്ടിപ്പാണ് എന്നും അതൊക്കെ പിന്നീട് ആരോ കെട്ടിയുണ്ടാക്കിയതാണ് എന്നും ചില ആളുകൾ പറയുമ്പോൾ ഖുർആൻ വളരെ വ്യക്തമായി ആ പേര് തന്നെ എടുത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരു ടീമുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് നേരെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ഭയം ഇല്ല, അവർക്കൊരു ടെൻഷനുമില്ല. അത് അള്ളാഹുവാണ് എനിക്ക് ഈ ഒരു പരീക്ഷണം എനിക്ക് നൽകിയത്, അള്ളാഹുവാണ്. ആ പരീക്ഷണത്തിൽ നിന്ന് എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ് ഔലിയാക്കൾ. ആർക്കാണോ ടെൻഷൻ ഉള്ളത് അവർ ഔലിയാവിനോട് ചേർന്ന് നിൽക്കുക. കാരണം വലിയവരോട് ചേർന്നാൽ ചേർന്നവൻ വലുതാകും. അള്ളാഹുവിനോട് ചേർന്നാൽ അള്ളാഹു അക്ബറാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്. ഏറ്റവും വലിയ ആളോട് ചേരുമ്പോൾ നമ്മളും വലുതാകും. ഏറ്റവും നിസ്സാരമായവരോട് നാം ചേർന്നാൽ നമ്മൾ നിസ്സാരന്മാരായി മാറും. കുടുംബത്തിലൊരു മന്ത്രിയുണ്ട് എങ്കിൽ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും എവിടെ പോയാലും പറയുക, നിങ്ങൾ എവിടെയാണ്? ഞാൻ നമ്മളെ മന്ത്രിൻ്റെ എന്ന് പറയും. അവർ ചോദിച്ച് മന്ത്രിയുടെ ആരാണ്? ഞാൻ മന്ത്രിൻ്റെ വളരെ അടുത്താണ്. മൂന്നാമത്തെ ചോദ്യം, അടുത്ത ആള് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? അത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ആളാണ്, അങ്ങനെ പറയൂ. അതിനപ്പുറത്ത് പറഞ്ഞാൽ പറയുന്നത് തെറ്റിപ്പോകും, കാരണം അത്രയും ബൈദായ ബന്ധമായിരിക്കും. വലിയ ഒരാളുണ്ടെങ്കിൽ എല്ലാവരെയും ആഗ്രഹം ആ വലിയ ആളിലേക്ക് ചേർത്തി പറയാനാണ്. അതേ സമയത്ത് ഒരു പോക്കറ്റടിക്കാരൻ കുടുംബത്തിലുണ്ടെന്ന് വെക്കുക, എന്നാൽ അവനെ എവിടുന്ന് പോലീസ് പിടിച്ച് പത്രത്തിൽ വന്നു, നമ്മളെ കണ്ടപ്പോ നിങ്ങളെ കുടുംബത്തിലെ അല്ല അത് നമ്മളെ കുടുംബമല്ല, അത് പിന്നെ അത് അങ്ങനെ കുടുംബം എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴികഴിവുകൾ പറഞ്ഞ് മെല്ലതിൽ നിന്ന് പിന്മാറാൻ മനുഷ്യൻ ശ്രമിക്കുന്നുവെങ്കിൽ ശൈത്വാന്റെയും ഇബ്ലീസിന്റെയും വഴിയിലേക്ക് പോയാൽ അവരെ പോലെ നമ്മളും നിസ്സാരന്മാരായി മാറും. അള്ളാഹുവിൻ്റെ കൂടെ നിന്നാൽ അള്ളാഹു തആല നമുക്ക് വലിയ അംഗീകാരവും ബഹുമാനവും തരും. അത് ലഭിക്കുവാനുള്ള വഴിയാണ്, ടെൻഷനില്ലാത്ത ജീവിതം നയിക്കാനുള്ള വഴിയാണ്, വലിയ അന്തസ്സുള്ള ജീവിതം നയിച്ച മരണത്തിന് ശേഷവും ഓർമ്മകൾ നിലനിൽക്കുന്ന മഹാന്മാരായ വ്യക്തികളോട് ചേർന്ന് നിൽക്കൽ. അതിനെന്ത് വേണം? ഖളാഇൽ പൊരുത്തപ്പെടണം. കുടുംബത്തിലൊരു മരണമുണ്ടായാൽ ആ മരണത്തോടുകൂടി മാനസികമായി തളർന്നു പോകരുത്. സഹോദരിമാർ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട CP ഉസ്താദിന്റെ കുടുംബം വലിയ കുടുംബമാണ്. ആ കുടുംബവും ആ കുടുംബത്തിൽ നിന്ന് ഫർആയി വന്ന കുടുംബങ്ങളും ആ സഹോദരിമാരെല്ലാം ഇന്ന് ഈ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ദുആ ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കും. ആ സ്ത്രീകളോട് പറയട്ടെ, ഓരോ ദിവസവും നിങ്ങളുടെ ഈമാനിനെ ഗ്രസിച്ചു കളയുന്ന ഒരു വിഷയം ആണ് ഓരോ മുസീബത്തുകളും പ്രയാസങ്ങളും. ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് റബ്ബ് അറിയാതെ ഒന്നും ഒരു മുഅ്മിനായ മനുഷ്യനിലേക്ക് വരികയില്ല. എന്ത് വന്നാലും അതല്ല അള്ളാഹുവിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ജോർദാനിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ സിയാറത്തിന് പോയപ്പോൾ ജോർദാനിൽ അവിടെ അൽ മുഅ്തമറുൽ ഇസ്ലാമിക സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് അന്ന് കൂടെ എന്നെയും കൊണ്ടുപോയിരുന്നു. ആ മുഅ്തമറിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടയിൽ ആ വിശാലമായ ജോർദാനിൽ സിയാറത്തിന് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ധാരാളം ഉണ്ട്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ജോർദാനിലാണ്. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം അവിടെയാണ്. ആ മൂന്ന് മഖാമുകളും വളരെ ബഹുമാനത്തോടുകൂടി ജോർദാൻ രാജാവ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ജോർദാൻ രാജാവിന്റെ കൈകളിലാണ്. അദ്ദേഹം നിഷ്പക്ഷമായി കാര്യങ്ങൾ നടത്തുകയും
പ്രയാസവും പ്രശ്നവുമുള്ള സ്ഥലത്ത് അത് ചെന്ന് പരിഹരിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ മഖാമുകളെയും അദ്ദേഹം പരിപാലിക്കുന്നുണ്ട്. ഉസ്താദിനോട് പറഞ്ഞു, മൂത്തത്തിൽ നമുക്ക് പോകാം, ചെറിയ പനിയുണ്ടെന്ന്. ഉസ്താദ് നല്ല പനിയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ആരുടെയെങ്കിലും കൂടെ പോകാം. അല്ല, നമുക്ക് പോകാം, ഞാനും വരാം. ഈ പനിയും ക്ഷീണവുമായിട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടും ഉസ്താദ് വീണ്ടും പുറപ്പെടുകയാണ്. അങ്ങനെ അസുഖമായിട്ടും ആ സിയാറത്തിന് പോകാനുള്ള കാരണം ഔലിയാക്കളോടുള്ള ബന്ധമാണ്, സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹത്തിന്റെ മുഖം മുത്ത് നബിയുടെ മുഖം പോലെയാണ്. ചില കുടുംബങ്ങളിലുള്ള ജ്യേഷ്ഠനും അനുജനും എളാപ്പന്റെയും മൂത്താപ്പന്റെയും മക്കളൊക്കെ ഒരേ മുഖച്ഛായുള്ള ആളുകളുണ്ടാവും. അതുപോലത്തെ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുള്ള 5 ആളുകൾ മക്കത്തുണ്ടായിരുന്നു. മുഖത്ത് സാദൃശ്യമുള്ള 5 ആളുകൾ. അതിൽപ്പെട്ട ഒരാളാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂത്തത്തിൽ അദ്ദേഹം ഷഹീദായി. ആ ഷഹീദായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഷഹീദായപ്പോൾ അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏതെങ്കിലും ഒരു മരണം ഒരു പ്രദേശത്തുണ്ടാകുമ്പോൾ ആ മരണത്തിന്റെ പേരിൽ ദുഃഖിക്കുന്ന മരിച്ച വ്യക്തിയുടെ ഭാര്യയെ അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ യതീമുകളായ മക്കളെ, ആ മക്കളെ സന്ദർശിക്കേണ്ടത്, അവരെ സമാധാനിപ്പിക്കേണ്ടത് മറ്റുള്ളവരുടെ കടമയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിന്റെ മുറ്റത്തേക്ക് കോലായിലേക്ക് കയറിയപ്പോൾ അവിടെയുള്ള ഇരിപ്പിടത്തിൽ അവിടുന്ന് ഇരുന്നപ്പോൾ അകത്തുനിന്ന് കുട്ടികൾ ഓടി വന്ന് അവിടുത്തെ മടിയിൽ ഇരുന്നു. സാധാരണ കുടുംബത്തിൽ പോകുന്ന സമയത്ത് കുടുംബത്തിലുള്ള മക്കളൊക്കെ ഓടി വന്ന് നമ്മളെ മടിയിൽ ഇരിക്കുമല്ലോ. അങ്ങനെ മക്കൾ വന്ന് ഇരുന്നപ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിറം മാറി, കരയാൻ തുടങ്ങി. ഇത് സാധാരണ വരവല്ല, കുടുംബം സന്ദർശിക്കാൻ വേണ്ടി വന്നതല്ല, മരണവാർത്ത അറിയിക്കാൻ കൂടി വന്നതാണ്. ഈ ചെറിയ കുട്ടികളുടെ ബാപ്പ മരിച്ചല്ലോ, ആ മരണത്തിന്റെ ഓർമ്മകളും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ അവിടുത്തെ മനസ്സിൽ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള ദുഃഖങ്ങൾ പ്രകടമാകുന്ന മുഖമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് വളരെയധികം കാരുണ്യമുള്ള, ദുഃഖിക്കുന്ന ആളുകളുടെ ദുഃഖത്തിൽ എപ്പോഴും പങ്കുചേർന്ന് അവരെ സംരക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കണ്ണീരുകൾ കണ്ണിൽ നിന്ന് ഇറ്റി വീണപ്പോൾ ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ മെല്ലെ പുറത്തേക്ക് തലയിട്ട്, എന്താണ് നബിയെ അങ്ങ് കരയുന്നത്? എങ്ങനെ ഈ മരണവാർത്ത പറയും? മെല്ലെ അത് പറഞ്ഞൊപ്പിച്ചു. ഈ ചെറിയ കുട്ടികളുടെ പിതാവ് ഷഹീദായിരിക്കുന്നു. ആ കുട്ടികളെ മുത്തുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോട് ഇസ്നഊ ലി ആലി ജഅഫരിൻ തആമ, ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ കുടുംബം ഇന്ന് ദുഃഖത്തിലാണുള്ളത്. ആ ഭാര്യയുടെ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു, ആ കുട്ടികളുടെ പ്രിയപ്പെട്ട പിതാവ് ഷഹീദായിരിക്കുന്നു. അതുകൊണ്ട് ഈ മക്കൾക്ക് നിങ്ങളാണ് ഭക്ഷണം നൽകേണ്ടത്, നിങ്ങളാണ് ഭക്ഷണം തയ്യാറാക്കേണ്ടത്, നിങ്ങളാണത് അവരെ തീറ്റിക്കേണ്ടത് എന്ന് അവിടുന്ന് പറയുകയും ചെയ്ത ആ സംഭവത്തിലും നാം കാണുന്നത് അല്ലാഹുവിൻ്റെ ഖളാഇൽ ഉള്ള, ആ ഖളാഇലുള്ള ക്ഷമയാണ്. ആ ഖളാഇൽ പൊരുത്തപ്പെട്ട് എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വന്നതല്ല ആ വിഷയം എങ്കിൽ നാം ക്ഷമിക്കുക. നമ്മളെ ചില വൃത്തികേടുകൾ കൊണ്ടാണ് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നതെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ധാരാളമായി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഈ 3 ഉപദേശങ്ങൾ, ശൈഖ് അവറുകളുടെ ഈ 3 ഉപദേശങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട CP ഉസ്താദിൻ്റെ ഖബർ വിശാലമായി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ
മക്കൾ, മരുമക്കൾ, പേരമക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇൽമിൻ്റെ കുടുംബമായി, ആലിമീങ്ങളുടെ കുടുംബമായി ഈ കുടുംബത്തെ അല്ലാഹു നിലനിർത്തട്ടെ. അവിടുത്തെ ഒരുപാട് ശിഷ്യന്മാർ, മുരീദുകൾ, മുഹിബ്ബീങ്ങൾ നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.